ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആര്യോറ ബൈ എജെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബീഡ്സ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നാണ്. നമ്മുടെ പാർട്ട് 3 വീഡിയോ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പാർട്ട് 2 പഠിച്ചിട്ടുള്ള ആരി നീഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ചെയിൻ സ്റ്റിച്ചുമാണ്. അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ച് കൊണ്ടാണ് നമ്മൾ പാർട്ട് 3 പാനി ഡിസൈൻ ചെയ്തത്. അപ്പോൾ പാർട്ട് 2 കാണാത്തൊരാൾക്ക് പാർട്ട് 3 മനസ്സിലാവണമെന്നില്ല. പാർട്ട് 3 വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരിക്കലും ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആദ്യമായിട്ടാണ് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് പാർട്ട് 3 നിങ്ങൾ കണ്ടില്ലെങ്കിലും പാർട്ട് 2 കാണുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടങ്കീസ് നൈലോൺ ത്രെഡിൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ ആരി നീഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഈ നീഡിലിൽ ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും ആരി സ്റ്റാൻഡിൻ്റെ ഡബിൾ സൈഡഡ് പ്രസിഷനാണ് കാണിച്ചിരുന്നത്. മുകളിൽ നിന്നുള്ള വ്യൂവും ആരി സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂവും നമ്മൾ കണ്ടിരുന്നു. സോ അത് ഏറ്റവും നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങളെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ബീഡ്സ് ഫിക്സിങ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഷുഗർ ബീഡ്സ് ആണ്. ഒരു ആൻറ്റിക് ഗോൾഡൻ കളർ വന്നിട്ടുള്ള ഒരു ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയൊരു പാക്കറ്റിന് 20 രൂപ റേറ്റേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ ആരി നീഡിലിൽ ഇതുപോലെ 5 ഷുഗർ ബീഡ്സ് വെച്ച് ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ ബീഡ്സ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരി നീഡിലിൽ ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഇതിൻ്റെ അവസാനം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം പാർട്ട് 1ഉം 2ഉം കാണാത്ത ബിഗിനേഴ്സിന് ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ല. സോ അവർക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ ഒരു ക്ലാരിറ്റി ഇതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ബീഡ്സ് ഫിക്സിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോയാൽ മതിയാവും. നല്ല ഈസി ആയിട്ട് തോന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇതുവരെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വാങ്ങാതെ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളൂ, നിങ്ങൾക്കും പഠിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി. അവരെന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത് പഠിക്കാനുള്ളൊരിതായിട്ട് വരുന്നു. എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കാരണമാണ് വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഉച്ചയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഹെൽത്തൊക്കെ ഓക്കെ ആക്കഴിഞ്ഞാൽ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അനാലിറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ റെഗുലർ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പേര് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ താങ്ക് യു, ഗുഡ് ലക്ക് ഡിയേഴ്സ്.